തിരുനാമം എന്ന് വന്നിക്കും വാഴ്ത്തോട്ടുമാറാകട്ടെ. ഈ ഈ സൂം പ്ലാറ്റ്ഫോമിൽ കൂടെ ഇങ്ങനെ ദൈവവചനമായി നിൽപ്പാൻ ദൈവം തന്ന ഈ അവസരത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. ഇതിന് മുഖാന്തരമായ ഈ ഭാരവാഹികളോട് എൻ്റെ നന്ദിയെ അറിയിക്കുന്നു. കഴിഞ്ഞ കാലങ്ങളിൽ വേറെ ചില വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് പഠിക്കുന്നതിന് വേണ്ടിയാണ് സാത്താൻ എന്നുള്ള ആ കാര്യം പഠിക്കാനായിട്ട് ആരംഭിച്ചത്. അതിങ്ങനെ ഒരു മുഖാന്തരമായി തീർന്നു എന്നുള്ളവർക്ക് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ആമുഖമായിട്ട് കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം അതിൻ്റെ 2-ാം അധ്യായത്തിലെ 11-ാം വാക്യം എല്ലാവരുടെയും മനസ്സിൽ കൂടെ കടന്നുപോയിട്ടുള്ളൊരു വാക്യമാണ്. ആ വാക്യം ഒരു പ്രാവശ്യം വായിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. 2 കൊരിന്ത്യർ 2-ാം അധ്യായത്തിൻ്റെ 11-ാം വാക്യം. അവിടെ നമ്മളിങ്ങനെ വായിക്കുന്നു: സാത്താൻ നമ്മെ തോൽപ്പിക്കരുത്, അവൻ്റെ തന്ത്രങ്ങളെ നാം അറിയാത്തവരല്ലല്ലോ. എൻ്റെ കയ്യിലുള്ള ന്യൂ അമേരിക്കൻ സ്റ്റാൻഡേർഡ് വേർഷനിൽ ഇങ്ങനെയാണ് വായിക്കുന്നത്: സോ ദാറ്റ് നോ അഡ്വാൻറ്റേജ് വുഡ് ബി ടേക്കൺ ഓഫ് us ബൈ Satan, for we are not ignorant of his schemes. ഈ വാക്യം സാത്താൻ നമ്മെ തോൽപ്പിക്കരുത് എന്നുള്ള അർത്ഥത്തിലല്ല അവിടെ കാണുന്നത്. സാത്താൻ നമ്മെ ചൂഷണം ചെയ്യരുത്, അല്ലെങ്കിൽ നമ്മെ മുതലെടുക്കരുത് എന്നുള്ള അർത്ഥത്തിലാണ് അവിടെ വരുന്നത്. അതിൻ്റെ ഗ്രീക്കിൽ അതിനുപയോഗിച്ചിരിക്കുന്ന വാക്ക് പ്ലയോനെക്ടയോ എന്നുള്ള വാക്കാണ്. അതിൻ്റെ അർത്ഥം സാത്താൻ നമ്മെ ചൂഷണം ചെയ്ത് നമ്മെ അടിമപ്പെടുത്തരുത് എന്നുള്ളതാണ്. നമ്മളുള്ള ബന്ധത്തിൽ ദൈവാത്മാവ് നമ്മോട് കൽപ്പിക്കുന്നത് സാത്താൻ നമ്മെ തോൽപ്പിക്കുന്നതിന്, അല്ലെങ്കിൽ നമ്മെ ചൂഷണം ചെയ്യുന്നതിന്, നമ്മെ മുതലെടുക്കുന്നതിന് നാം നിന്നു കൊടുക്കാനായിട്ട് പാടില്ല എന്ന് ദൈവാത്മാവ് നമ്മെ ഇവിടെ ഓർപ്പിക്കുകയാണ്. അതിന് നിന്നു കൊടുക്കരുതെന്ന് പറയുന്നതിന് മുമ്പ് പറയുന്നതിനോട് കൂടെ മറ്റൊരു കാര്യമാണ് പറയുന്നുണ്ട്: സാത്താൻ്റെ അവൻ്റെ തന്ത്രങ്ങളെ നാം അറിയാത്തവർ അല്ലല്ലോ എന്നുള്ളതാണ് പറയുന്നത്. നാം അറിഞ്ഞിരിക്കണമെന്നല്ല, നാം അറിവുള്ളവരാണ് എന്നാണ് അവിടെ പറയുന്നത്. കൊരിന്ത്യ സഭയ്ക്ക് അവിടെ ശുശ്രൂഷിച്ച സമയത്ത് പൗലോസ് അപ്പോസ്തലനാണ് അവിടെ സഭ സ്ഥാപിച്ചത് എന്നുള്ളത് നമുക്ക് അപ്പോസ്തല പ്രവൃത്തികളിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. തൻ്റെ 2-ാം മിഷണറി യാത്രയിലാണ് അവിടെ സഭ സ്ഥാപിച്ചതായിട്ട് നമ്മൾ കാണുന്നത്. അവിടെ ആ സഭ സ്ഥാപിച്ച് അവരെ ഉപദേശിക്കുന്ന സമയത്ത് സാത്താൻ്റെ തന്ത്രങ്ങളെക്കുറിച്ചും എല്ലാം അവിടെ അപ്പോസ്തലൻ അവിടെ അവർക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് ഇതിൽ നിന്നും മനസ്സിലാക്കുന്നത്. കാരണം കൊരിന്ത്യ സഭയിൽ യഹൂദന്മാരല്ലാത്ത വിശ്വാസികളും ഉണ്ടായിരുന്നു എന്നുള്ളത് നമുക്കറിയാമല്ലോ. ആ വിധത്തിൽ അവർക്ക് സാത്താൻ്റെ തന്ത്രങ്ങളെക്കുറിച്ച് മനസ്സിലാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. കൊരിന്ത്യ ഈ ലേഖനത്തിന്റെ പശ്ചാത്തലം നമ്മൾ പരിശോധിച്ചാൽ, കൊരിന്ത്യ സഭയിലെ പ്രശ്നങ്ങളെപ്പറ്റി അറിഞ്ഞ പൗലോസ് അപ്പോസ്തലൻ ആ പ്രശ്നങ്ങളുടെ പരിഹാരമാർഗങ്ങൾ നിർദ്ദേശിച്ചുകൊണ്ട് തൻ്റെ 1-ാമത്തെ ലേഖനം എഴുതിയതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. 1-ാം ലേഖനത്തിന്റെ 1-ാം അധ്യായം 11-ാം വാക്യത്തില് ക്ലോവയുടെ ആളുകളാൽ ചില കാര്യങ്ങൾ താൻ ഗ്രഹിച്ചതായിട്ട് അവിടെ പറയുന്നുണ്ട്. 7-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ കൊരിന്ത്യ സഭ അയച്ച 3 ദൂതന്മാരിൽ നിന്നും താൻ പല കാര്യങ്ങളും അറിഞ്ഞതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഈ കാര്യങ്ങൾ അറിഞ്ഞ പൗലോസ് അപ്പോസ്തലൻ തൻ്റെ ശിഷ്യന്മാർക്ക് 1-ാമത്തെ ലേഖനം എഴുതി അയക്കുകയാണ്. ഇതിനുള്ള പരിഹാര മാർഗങ്ങളൊക്കെ നിർദ്ദേശിച്ചുകൊണ്ടുള്ള ഒരു ലേഖനം. നമുക്ക് അവിടെ ആ ലേഖനത്തെ 1-ാം ലേഖനത്തെ ഒന്ന് വിശകലനം ചെയ്താൽ
അതിൻ്റെ ഒന്നും രണ്ടും അധ്യായങ്ങളിൽ കൊരിന്ത്യ സഭയിൽ ഭിന്നതയുണ്ടായിരുന്നു എന്ന് കാണാൻ സാധിക്കും. പിണക്കമുണ്ടായിരുന്നു എന്നുള്ളത് കാണാൻ സാധിക്കും. അവിടെ ഗ്രൂപ്പിസം ഉണ്ടായിരുന്നു എന്നുള്ളത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഈ വിധത്തിൽ ഒന്നും രണ്ടും അധ്യായങ്ങൾ നമുക്കവിടെ കാണാനായിട്ട് സാധിക്കും. മൂന്നും നാല് അധ്യായങ്ങളിൽ വരുമ്പോൾ അവിടുത്തെ വിശ്വാസികളിൽ ജഡീകത ഉടലെടുത്തതായിട്ടാണ് നമ്മളവിടെ വായിക്കുന്നത്. അഞ്ചാധ്യായത്തിലേക്ക് വരുമ്പോൾ അതിനേക്കാൾ പ്രധാനമായിട്ടുള്ള ഒരു കാര്യമാണ് അവിടെ കാണുന്നത്, ദുർനടപ്പ്. സഭയിൽ ദുർനടപ്പ്. അഞ്ചാധ്യായത്തിന്റെ ഒന്നാം വാക്യത്തിൽ വായിക്കുന്നത് ജാതികളിൽ പോലും ഇല്ലാത്ത ദുർനടപ്പ് എന്നാണ് അവിടെ വായിക്കുന്നത്. ആറാം അധ്യായത്തിലേക്ക് വരുന്ന സമയത്ത് വിശ്വാസികൾ തമ്മിൽ വ്യവഹാരത്തിൽ ഏർപ്പെടുന്നതായിട്ട് നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കും. ഏഴാം അധ്യായത്തിലേക്ക് വരുന്ന സമയത്ത് അവിടുത്തെ കുടുംബ ബന്ധങ്ങളിലുള്ള ക്രമക്കേടുകളെ കുറിച്ച് അവിടെ ശാസിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. എട്ടാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവരുടെ ഇടയിൽ വീണ്ടും വിഗ്രഹ പരിചയം. അത് വിഗ്രഹ പരിചയം എന്ന് പറയുമ്പോൾ വിഗ്രഹാരാധനയിലേക്ക് തിരിഞ്ഞു എന്നല്ല അവിടെ നാം കാണുന്നത്. വിഗ്രഹ അർപ്പിതം തിന്നുന്നതിന് വേണ്ടി അവർക്ക് താല്പര്യം ജനിച്ചതായിട്ടാണ് കാണുന്നത്. നമ്മൾ ആ ഭാഗത്ത് വായിക്കുമ്പോൾ വിഗ്രഹാർപ്പിതം തിന്നുന്നത് ഒരു പാപമായിട്ട് അവിടെ പറയുന്നില്ലെങ്കിലും ആ വിധത്തിൽ അതിനെ ശാസിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അതിനൊന്നത്തിൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടെ ഒന്ന് ഓർപ്പിക്കുന്നത് നല്ലതായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. ശമൂവേലിന്റെ ഒന്നാം പുസ്തകം 15 അധ്യായത്തിന്റെ 23 വാക്യത്തില് ഒന്ന് ശമൂവേൽ 15 അധ്യായം അതിന്റെ 23 വാക്യം. അവിടെ നമ്മളിങ്ങനെ വായിക്കുന്നു, മത്സരം ആഭിചാരദോഷം പോലെയും ശാഠ്യം മിഥ്യാപൂജയും വിഗ്രഹാരാധനയും പോലെയും ആകുന്നു. അവിടെ വിഗ്രഹാരാധനയ്ക്ക് ഒരു നിർവചനം അവിടെ കാണുകയാണ്. മത്സരം ആഭിചാരദോഷം പോലെയും ശാഠ്യം മിഥ്യാപൂജയും വിഗ്രഹാരാധനയും പോലെയും ആകുന്നു എന്നുള്ളതാണ് നമ്മൾ കാണുന്നത്. നമുക്ക് വളരെയധികം ഭയത്തോടെ മാത്രം വായിക്കാൻ പറ്റുന്നൊരു ഭാഗമായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കും. കൊലോസ്യ ലേഖനത്തിലേക്ക് വരുമ്പോൾ അവിടെ മറ്റൊരു കാര്യം കാണുന്നു. കൊലോസ്യ ലേഖനം 3 അധ്യായം അതിന്റെ 5 വാക്യം. ആകയാൽ ദുർനടപ്പ്, അശുദ്ധി, അതിരാഗം, ദുർമോഹം, വിഗ്രഹാരാധനയായ അത്യാഗ്രഹം ഇങ്ങനെ ഭൂമിയിലുള്ള നിങ്ങളുടെ അവയവങ്ങളെ മരിപ്പിക്കുകയും. അവിടെ അത്യാഗ്രഹം എന്നുള്ളത് ഒരു വിഗ്രഹാരാധനയായിട്ട് നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കുന്നു. എഫേസ്യ ലേഖനത്തിലേക്ക് വരുമ്പോൾ, എഫേസ്യ ലേഖനം 5 അധ്യായത്തിന്റെ 5 വാക്യത്തിലേക്ക് വരുമ്പോൾ, ദുർനടപ്പുകാരൻ അശുദ്ധൻ, വിഗ്രഹാരാധിയായ ദ്രവ്യാഗ്രഹി. ഇവിടെ വിഗ്രഹാരാധന ദ്രവ്യാഗ്രഹമായിട്ടാണ് ചേർത്ത് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് വളരെയധികം ഇത് യാതൊരു പ്രശ്നവുമില്ല, ഇതൊരു വലിയൊരു പാപമല്ല എന്ന് തോന്നുന്ന കാര്യങ്ങൾ പോലും വിഗ്രഹാരാധനയുടെ കൂട്ടത്തിലേക്ക് ദൈവാത്മാവ് രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത് നമുക്കവിടെ കാണാനായിട്ട് സാധിക്കും. 11 അധ്യായത്തിലേക്ക് വരുമ്പോൾ 11 അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ സഭയിലുള്ള പെരുമാറ്റച്ചട്ട ലംഘനത്തെയാണ് അവിടെ ശാസിക്കുന്നതായിട്ട് കാണുന്നത്. അതുമാത്രമല്ല, അതോട് ചേർത്ത് പറയുന്നത് അതിൻ്റെ 27 വാക്യത്തിലേക്ക് വരുമ്പോൾ, ഇതൊക്കെ ഉണ്ടായിട്ടും അവരുടെ അയോഗ്യമായിട്ട് കർത്തൃമേശ ആചരിക്കുന്ന അതിനെ ശാസിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. 12 അധ്യായത്തിലേക്ക് വരുന്ന സമയത്ത് അവിടെ ആത്മിക വരങ്ങളുടെ ദുർവിനിയോഗത്തെക്കുറിച്ചാണ് അവിടെ ശാസിക്കുന്നതായിട്ട് കാണുന്നത്. 13 അധ്യായത്തിലേക്ക് വരുമ്പോൾ അവരുടെ സ്നേഹശൂന്യതയെ അവിടെ ശാസിക്കുന്നതായിട്ട് കാണുന്നു. 1 യോഹന്നാനിൽ നാം വായിക്കുമ്പോൾ, കാണുന്ന സഹോദരനെ സ്നേഹിക്കാത്തവൻ കാണാത്ത ദൈവത്തെ എങ്ങനെ സ്നേഹിക്കുമെന്നാണ് അവിടെ നമ്മൾ വായിക്കുന്നത്. ഈ വിധത്തിൽ അവരുടെ സ്നേഹശൂന്യത യഥാർത്ഥത്തിൽ
ദൈവത്തോടുള്ള സ്നേഹം ഇല്ല ഇല്ല എന്നുള്ളതിന്റെ തെളിവായിട്ട് ദൈവാത്മാവ് അവിടെ രേഖപ്പെടുത്തുകയാണ്. ഈ വിധത്തിൽ അവരുടെ ഇടയിൽ ഒന്നാം നൂറ്റാണ്ടിൽ തന്നെ ഈ കാലത്ത് ജീവിക്കുന്ന നമുക്കുള്ളത് പോലെ തന്നെയുള്ള എല്ലാവിധ ആ, ആ, പാപ സ്വഭാവങ്ങളും അവിടെ പ്രദർശിപ്പിക്കുന്നതായിട്ട് കാണുന്നു. നാം ഈ ശരീരത്തിൽ ഇരിക്കുമ്പോൾ വളരെയധികം ശ്രദ്ധയോടെ ഇരിക്കണം എന്നുള്ളതാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. ഈ വിധത്തിൽ അതിന്റെ ഈ അപ്പോസ്തലൻ അവിടെ എഴുതുന്ന സമയത്ത് 5-ാം വാക്യത്തില് ആ ദുഷ്ടനെ നിങ്ങളുടെ ഇടയിൽ നിന്ന് നീക്കിക്കളയുവനെന്ന് പറയുന്ന വിധത്തിൽ അവിടെ ദൈവാത്മാവ് അവിടെ പ്രവർത്തിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. എന്നാൽ നമുക്ക് വളരെയധികം സന്തോഷം തരുന്ന ലേഖനത്തിലേക്ക്, കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനത്തിലേക്ക് വരുമ്പോൾ നമുക്ക് വളരെ സന്തോഷം നൽകുന്ന മറ്റൊരു കാര്യമുണ്ട്. ഈ സഭ ഒന്നടക്കം അവർ മാനസാന്തരത്തിലേക്ക് നയിക്കുന്നതിന് ഈ ലേഖനം ഇടയാക്കി എന്നുള്ളതാണ് അവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഈ അങ്ങനെ അവർ മൊത്തമായി അവർ മാനസാന്തരത്തിലേക്ക് അവർക്ക് ചെന്ന് ചേരുവാനുള്ള ഒരു സാഹചര്യം എന്തായിരിക്കുമെന്ന് ഞാനിങ്ങനെ ആലോചിക്കുകയാണ്. അവിടെ 1-ാം നൂറ്റാണ്ടിലെ ആ സഭ അവർ ആദ്യമായി വചനം കേട്ട് രക്ഷിക്കപ്പെട്ടു വന്ന ഒരു കൂട്ടമായിരുന്നു. മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ പാരമ്പര്യ ക്രിസ്ത്യാനികളില്ലാത്ത ഒരു സഭയായിരുന്നു. യഥാർത്ഥത്തിൽ രക്ഷിക്കപ്പെട്ട് മുന്നോട്ട് വന്നവരുടെ കൂട്ടമായിരുന്നു എന്നുള്ളതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം. രണ്ടാമതായിട്ട് ഞാൻ വിചാരിക്കുന്നത്, ഇന്നത്തെ പോലെ സോഷ്യൽ മീഡിയ അന്ന് ഇല്ലായിരുന്നു. അതും ഇങ്ങനെയുള്ളൊരു കാര്യത്തിന് നമ്മുടെ ജീവിതത്തിൽ നാം വളരെയധികം പേടിക്കേണ്ട 1-2 കാര്യങ്ങളാണ്. ഒന്ന്, പാരമ്പര്യ ക്രിസ്ത്യാനിത്വം എന്നുള്ള ആ ഭാഗം. 2, സോഷ്യൽ മീഡിയ എന്നുള്ള ആ സാത്താൻ കൊണ്ടുവരുന്ന ആ തന്ത്രം. അത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ബന്ധത്തിൽ ആവശ്യമാണ്. എന്നാൽ കൊരിന്തിലെ വിശ്വാസികൾ അവർ എല്ലാവരും ഈ പൗലോസ് അപ്പോസ്തലൻ കൂടെ ലഭിച്ച ഈ ദൈവവചനം അവര് ഹൃദയത്തിൽ സ്വീകരിക്കുകയും അവർ മാനസാന്തരപ്പെട്ട് അവരുടെ പാപ വഴികളിൽ നിന്ന് അവർ പിന്തിരിയാൻ ഇടയാകുകയും ചെയ്തു എന്നുള്ളത് നമുക്കവിടെ കാണാൻ സാധിക്കും. 2-ാം വാക്യത്തിലേക്ക് വരുന്ന സമയത്ത്, നമ്മൾ വായിച്ച ഭാഗത്തിന്റെ 2-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ നമ്മൾ വായിക്കുന്നത് 2-ാം അധ്യായത്തിന്റെ 5 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ എൻ്റെ 7-ാം വാക്യം വായിക്കാം. അവൻ അതിദുഃഖത്തിൽ മുങ്ങിപ്പോകാതിരിക്കേണ്ടതിന് നിങ്ങൾ അവനോട് ക്ഷമിക്കുകയും അവനെ ആശ്വസിപ്പിക്കുകയും തന്നെ വേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട് അവന് വീണ്ടും സ്വീകരിക്കാനായിട്ടുള്ള ഒരു നിർദ്ദേശം അവിടെ അപ്പോസ്തലൻ കൊടുക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഈ വിധത്തിൽ അവർ മാനസാന്തരപ്പെട്ടു എന്നുള്ളത് നമുക്കവിടെ കാണാനായിട്ട് സാധിക്കും. ഇതെല്ലാം പറഞ്ഞതിന് ശേഷം അവർക്ക് തുടർന്ന് നൽകുന്ന പ്രായോഗിക നിർദ്ദേശമാണ് നമ്മൾ ആദ്യം വായിച്ചത്, 11-ാം വാക്യത്തിൽ വായിച്ചത്. സാത്താൻ നമ്മെ തോൽപ്പിക്കരുത്, അവന്റെ തന്ത്രങ്ങളെ നാം അറിയാത്തവരല്ലല്ലോ. അത്താൽ സാത്താൻ നമ്മെ മുതലെടുക്കാനായിട്ട് നാം നിന്നു കൊടുക്കരുത്, അവന്റെ തന്ത്രങ്ങളെ നാം അറിയാത്തവരല്ലല്ലോ. നമ്മൾ വിശ്വാസികളായ നമ്മുടെ ജീവിതത്തിൽ നമുക്കുള്ള ശത്രു എന്ന് പറയുന്നത് ജഡരക്തങ്ങളല്ല, സാത്താനും അവന്റെ സേനയുമാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് ആവശ്യമാണ്. ഒരു എതിരാളി അല്ലെങ്കിൽ ഒരു ശത്രു നമ്മുടെ നേരെ വരുമ്പോൾ നാം വളരെയധികം ശ്രദ്ധയോടെ ഇരിക്കേണ്ടത് ആവശ്യമാണ്. ലൂക്കോസിന്റെ സുവിശേഷത്തിൽ കർത്താവ് താൻ പറഞ്ഞൊരു കാര്യം നമുക്ക് 14-ാം അധ്യായത്തിൽ കാണാനായിട്ട് സാധിക്കും. ലൂക്കോസിന്റെ സുവിശേഷം 14-ാം അധ്യായം അതിന്റെ 31-32 വാക്യങ്ങളിൽ
അല്ല, ഒരു രാജാവ് മറ്റൊരു രാജാവിനോട് പടയേൽക്കുവാൻ പുറപ്പെടും മുമ്പേ ഇരുന്ന് 20,000വുമായി വരുന്നവനോട് താൻ 10,000വുമായി എതിർക്കുവാൻ മതിയോ എന്ന് ആലോചിക്കുന്നില്ലയോ? പോരാ എന്ന് വരികിൽ മറ്റവൻ ദൂരത്തിരിക്കുമ്പോൾ തന്നെ സ്ഥാനാപതികൾ അയച്ച് സമാധാനത്തിനായി അപേക്ഷിക്കുന്നു. അവിടെ ഒരു യുദ്ധം ചെയ്യുന്നതിന് മുമ്പ് ഈ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കേണ്ടത് ആവശ്യമാണെന്നുള്ളത് കർത്താവ് താൻ തന്നെ അവിടെ പറയുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും. ശത്രുവിനെ കുറിച്ച് മനസ്സിലാക്കിക്കൊണ്ട് അവന്റെ കഴിവുകളെക്കുറിച്ച്, അവന്റെ ദൗർബല്യങ്ങളെക്കുറിച്ച്, അവന്റെ യുദ്ധതന്ത്രങ്ങളെക്കുറിച്ച് മനസ്സിലാക്കിയിട്ട് വേണം ശത്രുവിനോട് യുദ്ധം ചെയ്യാനായിട്ട് പോകാനായിട്ട്. നമ്മൾ 2023 ഒക്ടോബർ മാസത്തിൽ ഹമാസ് ഇസ്രായേലിലേക്ക് കയറി ആക്രമിച്ച ആ സംഭവത്തെക്കുറിച്ച് നമ്മൾ ഓർക്കുന്നുണ്ടായിരിക്കും. ഇസ്രായേൽ ഏറ്റവും പ്രബലമായ ഒരു രാഷ്ട്രമായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അവരുടെ അതിരുകൾ വളരെയധികം ആധുനികമായിട്ടുള്ള ഉപകരണങ്ങളെ കൊണ്ട് നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പട്ടണമായിട്ട് നമുക്കത് കാണാനായിട്ട് സാധിക്കും. എന്നിരുന്നാലും ഈ ഹമാസ് തീവ്രവാദികൾ അവിടേക്ക് നുഴഞ്ഞു കയറുന്നതിന് യാതൊരു ബുദ്ധിമുട്ടും നേരിട്ടില്ല എന്നുള്ളതാണ് നമുക്കവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. അവർ ഇസ്രായേലിന്റെ കഴിവുകളെക്കുറിച്ച്, ദൗർബല്യങ്ങളെക്കുറിച്ചൊക്കെ മനസ്സിലാക്കി ആ വിധത്തിൽ ആ യുദ്ധതന്ത്രം മെനഞ്ഞിരിക്കുന്നതാണ് നമുക്കവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. ശത്രു കയറി വരുന്നത് ഈ വിധത്തിലായിരിക്കും എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ദൗർബല്യം ഏത് ഭാഗത്താണ് എന്നുള്ളത് മനസ്സിലാക്കി ആ വശത്തോടെ കയറി വരുവാനായിട്ട് ശത്രു എപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കും എന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കും. യുദ്ധങ്ങളിൽ മാത്രമല്ല, ഗെയിംസിൽ പോലും ഈ തന്ത്രമാണ് പ്രയോഗിക്കുന്നത് എന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കും. എതിരാളികളുടെ, എതിർ ടീമിന്റെ കഴിവുകളെ, അവരുടെ ദൗർബല്യങ്ങളെ, അവരുടെ കളിതന്ത്രങ്ങളെ എല്ലാം മനസ്സിലാക്കിക്കൊണ്ട് അവരെ നേരിടുന്ന ആ ഒരു രീതി നമുക്ക് ഈ ഗെയിംസിലും കാണാനായിട്ട് സാധിക്കും. അതുകൊണ്ടാണ് ചില പ്രഗത്ഭരായ കളിക്കാർ അവർ കരിയറിന്റെ ആദ്യകാലങ്ങളിൽ വളരെ തിളങ്ങുകയും പിന്നീട് മങ്ങിപ്പോവുകയും ചെയ്യുന്നത് നാം കാണുന്നത്. ഈ വിധത്തിൽ ഒരു യുദ്ധത്തിൽ, ശത്രുവിനോടുള്ള യുദ്ധത്തിൽ ശത്രുവിനെ കുറിച്ചുള്ള കാര്യങ്ങൾ യഥാർത്ഥമായി ഗ്രഹിക്കുന്നത് വളരെ അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമായിട്ട് നമുക്കവിടെ കാണാനായിട്ട് സാധിക്കും. സാത്താനെ കുറിച്ചും നമുക്ക് ഈ വിധത്തിൽ മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. സാത്താനെ കുറിച്ച് പഠിക്കുവാനായിട്ട് നാം പലപ്പോഴും വിമുഖത കാണിക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഞാൻ ആകെക്കുറിച്ച് ഈ വിഷയത്തിൽ ആകെ ഒരു ക്ലാസ് മാത്രമാണ് ഞാൻ കേട്ടിട്ടുള്ളത്. ഒരു ക്ലാസ് മീൻസ് ഒരു മണിക്കൂർ നേരത്തെ ക്ലാസ് മാത്രമാണ് ഞാൻ കേട്ടിട്ടുള്ളത്. വേറെ ആരും ആ സബ്ജക്റ്റ് എടുക്കുന്നതായിട്ട് ഞാൻ ഈ മറ്റു വിധത്തിൽ പഠിക്കുന്നതിന് വേണ്ടി പോയിട്ടില്ലെങ്കിലും, അല്ലെങ്കിൽ ബൈബിൾ സ്കൂളിലോ ബൈബിൾ കോളേജുകളിലോ കയറി പഠിച്ചിട്ടില്ലെങ്കിലും ഈ വിധത്തിലുള്ള ക്ലാസ് ആദ്യം ഒരു പ്രാവശ്യം മാത്രമാണ് കേൾക്കുന്നതിനായിട്ട് ഇടയായി തീർന്നിട്ടുള്ളത്. സാത്താൻ അത് തന്നെയാണ് ആഗ്രഹിക്കുന്നതെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം അവന്റെ തന്ത്രങ്ങളെക്കുറിച്ച്, അവന്റെ ദൗർബല്യങ്ങളെക്കുറിച്ച് നാം മനസ്സിലാക്കിയാൽ അവന് നിലനിൽക്കാനായിട്ട് സാധിക്കില്ല എന്നുള്ളത് സാത്താന് നല്ലവണ്ണം അറിയാം. സാത്താൻ ആ വിധത്തിലാണ് അതിനാവശ്യമായ തന്ത്രങ്ങളും മെനഞ്ഞിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ലോകം സാത്താൻ എങ്ങനെ വീക്ഷിക്കുന്നു എന്നുള്ളത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. വളരെ വികലമായിട്ടുള്ള ഒരു വീക്ഷണമാണ് ലോകം നമുക്ക് സാത്താനെ കുറിച്ച് തരുന്നത്. സാത്താന്റെ ചിത്രങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വവ്വാലിന്റെ രൂപത്തിലുള്ള രൂപമായിട്ട് തന്നെ കാണാൻ സാധിക്കും. ഞാൻ ഇതിനെക്കുറിച്ച് ആലോചിച്ചപ്പോൾ വവ്വാലിനെ കുറിച്ച് വളരെയധികം പ്രചരണങ്ങൾ ഈ അടുത്ത കാലത്തുണ്ടായിരുന്നു. നിപ്പ വൈറസ് ഒക്കെ പകർത്തുന്നത്
ഈ വവ്വാലുകളാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഉം, ഒരു ഒരു വലിയൊരു ആ, ഒരു ശബ്ദകോലാഹലം തന്നെ നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു. എന്നാൽ ഈ അടുത്ത കാലത്ത് ആ, വന്ന ഒരു റിപ്പോർട്ടില് വവ്വാലുകൾക്ക് ഇതിൽ യാതൊരു പങ്കുമില്ല എന്നുള്ളതാണ് മനസ്സിലാക്കാനായിട്ട് കഴിഞ്ഞത്. അതുപോലെ തന്നെ കൊമ്പുള്ള ഒരു രൂപമാണ് സാത്താനെ കൊടുക്കുന്നത്. ഇതിന് വളരെ ഞാൻ ശരിക്കും നോക്കുമ്പോൾ വളരെ മനോഹരമായ ഒരു കൊമ്പാണ്, രണ്ട് കൊമ്പുകളാണ് അതിനെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. യാതൊരു വളവോ ഒരു ആ, ഊനമില്ലാത്ത ഒരു കൊമ്പ്, രണ്ട് കൊമ്പുകൾ വരച്ചിട്ടുള്ള രൂപത്തെയാണ് നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. അതുപോലെ ഒരു സ്പേഡിന്റെ ആകൃതിയിലുള്ള വാലുള്ള സാത്താൻ. അത് മറ്റത് കാണുന്നത് ഈ ഉളിപ്പല്ലുകൾ പുറത്തേക്ക് നീണ്ടു നിൽക്കുന്ന സാത്താൻ, അതായത് ഒരു മാംസബുക്കായിട്ടുള്ള ജന്തുക്കളുടെ ആ, പല്ലുകൾ പോലെയുള്ള പല്ലുള്ള ഒരു രൂപം. അതാണ് നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. മറ്റൊരു വിധത്തിലാണ് നല്ല സാത്താനും ദുഷ്ട സാത്താനും, ഇങ്ങനെ രണ്ടു വിധത്തിലുള്ള സാത്താനെ ചിത്രീകരിക്കുന്ന ആ, ലോക വീക്ഷണത്തെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഈ കുട്ടികളുടെ മാസികകളിൽ കാണുന്നത് കുട്ടികളോടുകൂടെ കളിച്ചു നടക്കുന്ന സാത്താനെയാണ് കുട്ടികളുടെ മാസികകളിൽ കാണാനായിട്ട് സാധിക്കുന്നത്. പിന്നെ നമ്മൾ കേൾക്കുന്ന പോലെ കുടത്തിലെ ഭൂതം തുടങ്ങിയുള്ള കാര്യസാധ്യത്തിനെ ആശ്രയിക്കുന്നതിനുള്ള രൂപം. അതുപോലെ ഇതുപോലെയുള്ള കോമഡി കഥാപാത്രങ്ങളെ ആണ് സാത്താൻ എന്ന പേരിൽ വരച്ചു വയ്ക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. മനുഷ്യരുടെ മനസ്സിൽ വളരെ വികലമായിട്ടുള്ള സാത്താനെ കുറിച്ച് വികലമായിട്ടുള്ള ഒരു ചിന്താഗതി വളർത്തിയെടുക്കുന്നതിന് സാത്താൻ എപ്പോഴും ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇത് ആ, ഇതിന്റെ ഫലം എന്നുള്ളത്, സാത്താൻ എന്നുള്ളത് കേവലം ഒരു സങ്കല്പം മാത്രമാണ് എന്ന വിധത്തിൽ ആ, ജനങ്ങളുടെ മനസ്സിൽ, മനുഷ്യരുടെ മനസ്സിൽ അത് രൂപപ്പെടുന്നതിന് അത് കാരണമായിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. നിരീശ്വരന്മാരുടെ മനസ്സിൽ മാത്രമല്ല, ദൈവമുണ്ട് എന്ന് വിശ്വസിക്കുന്നവർ പോലും ദൈവമുണ്ട്, എന്നാൽ സാത്താൻ എന്നുള്ളത് വെറും ഒരു ഒരു സങ്കല്പം മാത്രമാണ് എന്ന് വിശ്വസിക്കുന്ന വളരെയധികം പേരെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് സാത്താൻ എന്നുള്ളൊരു സങ്കല്പം മാത്രമല്ല, സാത്താൻ ഒരു യാഥാർത്ഥ്യമാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. സാത്താനെ കുറിച്ച് മനസ്സിലാക്കുമ്പോൾ ആദ്യമായിട്ട് രണ്ട് കാര്യങ്ങൾ അവിടെ നമുക്ക് മനസ്സിൽ വെക്കേണ്ടത് ആവശ്യമാണ്. ഒന്നാമതായിട്ട് സാത്താന്റെ ലക്ഷ്യം എന്നുള്ളത് ദൈവത്തോട് സമനാകുക എന്നുള്ളതാണ്. രണ്ടാമതായിട്ട് സാത്താന്റെ കർമ്മ പദ്ധതി എന്നുള്ളത് ദൈവിക പദ്ധതികളെ അട്ടിമറിക്കുക എന്നുള്ളതാണ്. ഈ രണ്ട് കാര്യങ്ങൾ സാത്താനെ കുറിച്ച് അടിസ്ഥാനമായിട്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് ആവശ്യമാണ്. നമ്മളോട് ബന്ധത്തിൽ സാത്താൻ നമ്മെ നേരിടുമ്പോൾ ഈ രണ്ട് കാര്യങ്ങളുടെ നേട്ടത്തിന് വേണ്ടിയാണ് നമ്മെ സാത്താൻ നമ്മളെ നമ്മളോട് അടുക്കുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടത് വളരെ ആവശ്യമാണ്. എന്നാൽ നാം സാത്താൻ ഒരിക്കലും ഗൗരവം കുറച്ച് കാണാനായിട്ട് ഒരിക്കലും പാടില്ല. സാത്താൻ ദൈവത്തെ പോലെ സർവശക്തനല്ലെങ്കിലും നമ്മയൊക്കെ ശക്തനാണ് സാത്താൻ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. തന്നെയുമല്ല, ദൈവത്തെ പോലെ സർവജ്ഞാനി അല്ലെങ്കിലും നമ്മയൊക്കെ ജ്ഞാനമുള്ളവനാണ് സാത്താൻ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് ആവശ്യമാണ്. ദൈവത്തെ പോലെ സർവവ്യാപി അല്ലെങ്കിലും നമ്മേക്കാൾ സഞ്ചാര സ്വാതന്ത്ര്യമുള്ള ഒരു വ്യക്തിത്വമാണ് സാത്താൻ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. ആ വിധത്തിൽ സാത്താനെ നാം പേടിച്ചില്ലെങ്കിലും വളരെ സൂക്ഷ്മതയോടെ ഇരിക്കേണ്ടത് ആവശ്യമാണെന്നുള്ളത് നമുക്കവിടെ കാണാനായിട്ട് സാധിക്കും. പ്രത്യേകിച്ച് നമ്മുടെ ജീവിതത്തിൽ മുറുകെ പറ്റുന്ന പാപങ്ങൾ നമ്മളെ സ്വാധീനിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും വളരെ കെയർലെസ് ആയിട്ട് ഇരിക്കാനായിട്ട് പാടില്ല. നമ്മൾ സൂക്ഷ്മതയോടെ കാര്യങ്ങൾ മനസ്സിലാക്കി ജീവിക്കേണ്ടത് ആവശ്യമാണെന്നുള്ളത് ഈ ഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. സാത്താൻ
ദൈവത്തോട് സമനാകുക എന്നുള്ളതാണ് തൻ്റെ ലക്ഷ്യമെന്ന് നമ്മൾ കണ്ടു. എല്ലാവരും തന്നെ ദൈവത്തെ നമസ്കരിക്കുന്നത് പോലെ എന്നെയും നമസ്കരിക്കണം എന്നുള്ളതാണ് സാത്താൻ്റെ ആഗ്രഹം. കർത്താവിനോട് യേശുക്രിസ്തു ഭൂമിയിലായിരുന്നപ്പോൾ തന്നെ പരീക്ഷിക്കുന്ന സമയത്ത് ആദ്യം പറഞ്ഞത് വീണ് എന്നെ നമസ്കരിക്കുക എന്നുള്ളതാണ്. തന്നെ പരീക്ഷിച്ചപ്പോൾ പറഞ്ഞത് അവിടെ സാത്താൻ നമസ്കരിക്കുക എന്നുള്ളത്, തന്നെ എല്ലാവരും നമസ്കരിക്കണം എന്നുള്ളത് താൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമായിട്ട് നമുക്കവിടെ കാണാനായിട്ട് സാധിക്കും. ഈ സാത്താൻ ആരാധകർ എല്ലാ കാലത്തും ഈ ഭൂമിയിൽ ഉണ്ട് എന്നുള്ളത്, എല്ലാ വർഗങ്ങൾക്കിടയിലും ഉണ്ടായിരുന്നു എന്നുള്ളത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ആദ്യം ഇന്ത്യക്ക് പുറത്ത് മറ്റുള്ള യൂറോപ്യൻ രാജ്യങ്ങളിലായാലും ആഫ്രിക്കൻ രാജ്യങ്ങളിലായാലും ഈ സെയ്റ്റൻ വർഷിപ്പ് അവിടെ ആദ്യകാലം മുതലേ ഉള്ളതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇന്ത്യയിലും സാത്താന്യ ആരാധനകൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. പ്രബുദ്ധരായ മലയാളികളുള്ള കൊച്ചു കേരളത്തിലും സാത്താനെ വളരെയധികം ആരാധിക്കുന്ന ഒരു വിഭാഗം പണ്ട് ആ കാലം മുതലേ തന്നെ ഉണ്ടായിരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. കേരളത്തിൽ മാത്രമല്ല, കേരളത്തിന്റെ സാംസ്കാരിക തലസ്ഥാനമായ തൃശ്ശൂർ ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ ഈ സാത്താൻ ആരാധകർ, സാത്താൻ സേവാ മഠങ്ങൾ പ്രവർത്തിക്കുന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. ജീവിതത്തില് സാത്താന്റെ ആരാധനയ്ക്കുള്ള സംവിധാനങ്ങൾ ലോകം മുഴുവനും എല്ലാ വർഗങ്ങൾക്കിടയിലും വ്യാപിച്ചു കിടക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇതിൽ തന്നെ ഞാൻ നെറ്റിൽ സെർച്ച് ചെയ്തപ്പോൾ ഏറ്റവും പഴക്കമുള്ള ഈ സാത്താൻ ആരാധന കേന്ദ്രം അല്ലെങ്കിൽ ഒരു സാത്താൻ സേവാ മഠത്തെക്കുറിച്ച് ഞാൻ വായിച്ചത് ഏകദേശം 500ഓളം വർഷം പഴക്കമുള്ള ഒരു ക്ഷേത്രമാണെന്നുള്ളതാണ് ഞാൻ വായിച്ചത്. അത് തൃശ്ശൂർ ജില്ലയിലെ പെരിങ്ങൂട്ടുകര എന്ന സ്ഥലത്ത് അവിടെ സ്ഥാപിച്ചിട്ടുള്ള വിഷ്ണുമായ സ്വാമി ക്ഷേത്രം എന്നുള്ള പേരിലാണ് അറിയപ്പെടുന്നത്. 500 വർഷത്തോളം പഴക്കമുള്ള ഒരു ക്ഷേത്രമാണ് അത് എന്നാണ് ഞാൻ അവിടെ വായിച്ചത്. നമ്മൾ വിചാരിക്കും ഇതെല്ലാം കാര്യസാധ്യത്തിന് വേണ്ടി പോകുന്നവർക്കുള്ള ഒരു സ്ഥലമാണെന്നുള്ളത്. എന്നാൽ ആധുനിക ഈ ലോകത്തിൽ സാത്താൻ സേവ എന്നുള്ളത് വളരെ പ്രബലമായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. 1966 സാൻ ഫ്രാൻസിസ്കോയിലെ ആൻഡൺ സാൻഡർ ലാവി എന്നുള്ള വ്യക്തി ആദ്യമായിട്ട് സാത്താൻ ചർച്ച് ഓഫ് സേറ്റൻ എന്നുള്ള സംഘടന സ്ഥാപിച്ചതായിട്ട് നമ്മൾ വായിക്കുന്നു. അവർക്കൊരു പ്രമാണ ഗ്രന്ഥവും താൻ തന്നെ എഴുതിയുണ്ടാക്കി, സാൻഡർ ലാവി തന്നെ എഴുതിയുണ്ടാക്കി. അതിൻ്റെ പേര് ദ സെയ്റ്റനിക് ബൈബിൾ എന്നുള്ളതാണ്. ഈ വിധത്തിൽ സെയ്റ്റൻ വളരെയധികം ആരാധനയ്ക്ക് വേണ്ടി ജനങ്ങളെ ഉപയുക്തമാക്കുന്ന വിധം അവിടെ പ്രവർത്തിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. കേരളത്തിൽ പോലും ഇതിൻ്റെ ബ്രാഞ്ചുകൾ പ്രവർത്തിക്കുന്നു എന്നുള്ളത് ഒരു സത്യം മാത്രമാണ്. ഞങ്ങൾ താമസിക്കുന്ന ഈ എറണാകുളം ജില്ലയിലും അതിൻ്റെ ഒരു ചാപ്റ്റർ പ്രവർത്തിക്കുന്നതായിട്ടാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. ഈ വിധത്തിൽ സാത്താൻ വളരെയധികം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. ചില വർഷങ്ങൾക്ക് മുമ്പ് ഇടുക്കി ജില്ലയിലെ കരിമണ്ണൂർ എന്ന സ്ഥലത്ത് കർത്താവിൻ്റെ വേലയിലായിരിക്കുന്ന സേവ്യർ സഹോദരൻ തൻ്റെ ഒരു അനുഭവം വിവരിച്ചത് ഞാനിവിടെ ഓർക്കുകയാണ്. താൻ തൻ്റെ 2-3 സ്നേഹിതന്മാരുമായിട്ട് ട്രെയിനിൽ യാത്ര ചെയ്യുന്ന സമയത്ത് തനിക്കൊരു സഹയാത്രിക അവിടെ ഉണ്ടായിരുന്നു. ഇവർ ആത്മീയ കാര്യങ്ങളെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടുള്ള യാത്ര തുടർന്നപ്പോൾ ഈ സഹയാത്രിക വളരെയധികം അസ്വസ്ഥമായിട്ട് ഇരിക്കുന്നതായിട്ട് അവര് ശ്രദ്ധിച്ചു. കുറെ കഴിഞ്ഞപ്പോൾ ഈ സ്ത്രീ താഴെ മുട്ടുകുത്തി ആ സീറ്റിൽ തല ചായച്ചുകൊണ്ട്
പ്രാർത്ഥിക്കുന്നതായിട്ട് അവരുടെ ശ്രദ്ധയിൽപ്പെട്ടു. ഇവർ വളരെയധികം മറ്റു വിധത്തിൽ അവർ ചിന്തിച്ചത് എന്തെങ്കിലും ആ, പ്രശ്നങ്ങളുടെ മധ്യ കടന്നു പോകുന്ന ഒരു സ്ത്രീയായിരിക്കും അത്. അതുകൊണ്ട് വളരെയധികം കരഞ്ഞ് പ്രാർത്ഥിക്കുകയാണ് എന്നുള്ളതാണ് അവർ വിചാരിച്ചത്. അത് കഴിഞ്ഞ് അവർ എണീറ്റപ്പോൾ ആ, ഈ ആ, സഹോദരന്മാർ ആ സ്ത്രീയുമായിട്ട് സംസാരിച്ചു. അപ്പോഴാണ് ഇതിന്റെ യഥാർത്ഥ വിവരം മനസ്സിലായത്. അവർ ചർച്ച് ഓഫ് സേറ്റന്റെ ഒരു മെമ്പറായിരുന്നു. ഈ വ്യക്തികൾ, അതായത് സഹോദരൻ സേവറും തന്റെ കൂട്ടുകാരും ഈ സേറ്റാൻ വർഷിപ്പറായിട്ട് മാറണമെന്നുള്ള ആഗ്രഹത്തിൽ സെയ്റ്റനോട് പ്രാർത്ഥിക്കുന്നതായിരുന്നു അവർ എന്ന് അവിടെ അവരോട് പറഞ്ഞതായിട്ട് ഈ സഹോദരൻ ഞങ്ങളോട് ഒരു മെസ്സേജിൽ ഞങ്ങളോട് പറഞ്ഞായിട്ട് ഓർക്കുന്നു. ഈ വിധത്തില് സെയ്റ്റൻ വളരെയധികം കിണഞ്ഞ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു, പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. തുടർന്നുള്ള ക്ലാസ്സുകളിൽ സെയ്റ്റന്റെ പ്രവർത്തനത്തിന്റെ ആ ആ ആ ആ ആ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്ന സമയത്ത് ഇത് ഒന്നുകൂടി വ്യക്തമാവുന്നതായിരിക്കും. ഞാൻ ഈ ആദ്യത്തെ ക്ലാസ്സിൽ ഇത്രയും കാര്യങ്ങൾ പറയാനായിട്ടാണ് ഞാൻ ആഗ്രഹിച്ചത്. ഒന്നാമതായിട്ട് നമ്മൾ കണ്ടു, സാത്താൻ നമ്മെ തോൽപ്പിക്കുകയല്ല, അല്ലെങ്കിൽ നമ്മെ കായികമായിട്ട് നേരിട്ട് നമ്മെ പരാജയപ്പെടുത്തുന്ന ആ സ്വഭാവമല്ല സാത്താൻ ചെയ്യുന്നത്. പ്രത്യുത നമ്മെ നമ്മുടെ ആ, ബലഹീനതകളെ ചൂഷണം ചെയ്ത് നമ്മൾ മുതലെടുക്കുകയാണ് ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. സാത്താന്റെ തന്ത്രത്തിന്റെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണത്. ഈ വിധത്തില് നാം അവന് നിന്നു കൊടുക്കാനായിട്ട് ഇടയായി തീരരുത് എന്നുള്ളതാണ് ആദ്യമായിട്ട് നമ്മൾ ചിന്തിച്ചത്. പിന്നീട് നമ്മൾ ചിന്തിച്ചത്, ഇങ്ങനെയുള്ള ഒരു എതിരാളി നമുക്കുള്ളതുകൊണ്ട് നാം ആ എതിരാളിയെ യഥാർത്ഥമായിട്ട് അറിഞ്ഞിരിക്കേണ്ടത് ആവശ്യമാണെന്നുള്ളതാണ് നമ്മൾ കണ്ടത്. അല്ലെങ്കിൽ അവന്റെ തന്ത്രങ്ങളിൽ കുടുങ്ങിപ്പോകാനായിട്ടുള്ള സാധ്യത ഉണ്ട്. സാത്താനെ കുറിച്ച് നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കിയിരിക്കണം എന്നുള്ളത്, സാത്താനെ കുറിച്ച് അവന്റെ തന്ത്രങ്ങളെ കുറിച്ച് വ്യക്തമായിട്ട് മനസ്സിലാക്കിയിരിക്കണം എന്നുള്ളത് നമ്മളവിടെ കണ്ടു. സാത്താനെ കുറിച്ച് ലോകം വളരെ വികലമായിട്ടുള്ള വിധത്തിലാണ് അവതരിപ്പിക്കുന്നത്. അതും സാത്താന്റെ ഒരു തന്ത്രമായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. നമ്മുടെ മനസ്സിൽ സാത്താൻ എന്നുള്ളത് ഒരു സങ്കല്പം മാത്രമാണ് എന്നുള്ള വിധത്തിൽ നമ്മെ രൂപപ്പെടുത്തുന്നതിന് അത് ഇടയാക്കി തീരും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. സാത്താൻ ഒരിക്കലും നാം വില കുറച്ച് കാണാനായിട്ട് പാടില്ല. സാത്താൻ ഒരു യാഥാർത്ഥ്യമാണെന്നുള്ളത് മനസ്സിലാക്കണം. അവൻ നമ്മേക്കാൾ ശക്തനാണെന്നുള്ളത് മനസ്സിലാക്കണം. അവൻ നമ്മേക്കാൾ ബുദ്ധിമാനാണെന്നുള്ളത് മനസ്സിലാക്കണം. അവൻ നമ്മേക്കാൾ സഞ്ചാര സ്വാതന്ത്ര്യമുള്ളവനാണ്, അല്ലെങ്കിൽ ഒരു നമ്മളെക്കാൾ കൂടുതൽ അവന് വേഗത്തിൽ കാര്യങ്ങൾ നടത്തുന്നതിന് സാധ്യതയുള്ള ആളാണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. അതുകൊണ്ട് നാം അവനെ ഭയപ്പെട്ട് ജീവിക്കുക എന്നുള്ളതല്ല, നാം സൂക്ഷ്മതയോടെ ജീവിക്കാനായിട്ട് അത് ഇടയായി തീരണമെന്നുള്ളതാണ് നമുക്കവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. സാത്താൻ ആരാധകർ ഈ ലോകം മുഴുവനുമുണ്ട്, ഈ കൊച്ചു കേരളത്തിലുമുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അതിലേക്ക് നമ്മെ നയിക്കുന്നതിനുള്ള വളരെയധികം ശ്രമങ്ങളും നടത്തുന്നുണ്ട് എന്നുള്ളത് ലോകത്തെ മുഴുവനും അവന്റെ ആ ചൊൽപ്പടിയിലേക്ക് നയിക്കുന്നതിനുള്ള ശ്രമങ്ങൾ ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് നാം മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. ആ വിധത്തില് സാത്താന്റെ തന്ത്രങ്ങളെ എതിർത്ത് നിൽപ്പാനായിട്ട് നമുക്ക് സാധിക്കേണ്ടത് ആവശ്യമാണ്. സാത്താൻ നമ്മെ തോൽപ്പിക്കരുത്, അവന്റെ തന്ത്രങ്ങളെ നാം അറിയാത്തവരല്ലല്ലോ. ഈ വിധത്തില് സാത്താന്റെ തന്ത്രങ്ങളെ മനസ്സിലാക്കി, അവന്റെ തന്ത്രങ്ങൾ മനസ്സിലാക്കി അതൊന്ന് ഒഴിഞ്ഞ് ജീവിപ്പാൻ തക്കവണ്ണം, അവനെ എതിർത്ത് ജീവിപ്പാൻ തക്കവണ്ണം ദൈവം നമ്മെ സഹായിക്കട്ടെ. ഈ ചെറിയ ആലോചനയാൽ ദൈവം നമ്മെ സഹായിക്കട്ടെ. തുടർന്നുള്ള ഭാഗങ്ങളിൽ അതിൻ്റെ വിശദമായിട്ടുള്ള വിവരങ്ങൾ തരാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. ഈ വിധത്തിൽ നമുക്കൊരു വിജയജീവിതം നയിക്കാനായിട്ട് ഇടയെത്തീരാൻ ഈ ആലോചനകൾ നമ്മെ സഹായിക്കട്ടെ. ദൈവനാമം എന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ.